ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് മാരുതി സെന്ന് പഴയ മോഡൽ സെന്ന് ഉണ്ടല്ലോ, അതിൻ്റെ ടൈമിംഗ് മാർക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം. അതായത് പുതിയ ടൈമിംഗ് ബെൽറ്റ് മാറുന്ന സമയത്ത് നമ്മൾ ടൈമിംഗ് വെക്കണം. ടൈമിങ്ങിൻ്റെ മാർക്കിങ് വെക്കാതെ അയച്ചു കഴിഞ്ഞാൽ പിന്നെ വണ്ടി സ്റ്റാർട്ടാവില്ല. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോ എന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ടൈമിങ്ങോ വാട്ടർ പമ്പ് മാറുമ്പോൾ ടൈം ബെൽറ്റ് അയക്കാമെന്നുണ്ടെങ്കിൽ എന്തായാലും ടൈമിങ് സെറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ ക്രാങ്കിൻ്റെ പുള്ളിയിൽ വെച്ചിട്ട് ആദ്യം സെറ്റ് ചെയ്യാം. ക്രാങ്കിൻ്റെ പുള്ളിയിലൊരു മാർക്ക് ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ എഞ്ചിൻ്റെ കേസിലൊരു മാർക്ക് ഉണ്ടായിരിക്കും. ആ മാർക്കുമായിട്ട് കറക്റ്റ് വെച്ച് വെക്കണം. ക്രാങ്കിൻ്റെ പുള്ളി കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ നേരെ ക്യാമിൻ്റെ പുള്ളി അവിടെ മാർക്കിംഗ് ഉണ്ടായിരിക്കും. അത് അവിടെ കറക്റ്റായിട്ട് വന്നിരിക്കും. അപ്പോൾ ടൈമിംഗ് മാറുന്ന സമയത്താണ് ഇത് മാറാറ്. ക്രാങ്കിൻ്റെ പുള്ളീൻ്റെ മാർക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാ കേസിൽ കാണുന്ന മാർക്കാണ് ക്രാങ്കിൻ്റെ മാർക്ക്. അതോടൊപ്പം തന്നെ ക്രാങ്കിൻ്റെ പുള്ളീൻ്റെ മാർക്ക് അടിയിൽ കാണുന്ന കണ്ടോ ആരോ, അത് രണ്ടും കറക്റ്റായിട്ട് വെക്കുക. ഇപ്പോൾ 17 ബോൾട്ടുണ്ട്, അത് തിരിച്ച് ആ മാർക്കിലേക്ക് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇവിടെ ക്യാമിൻ്റെ പുള്ളീൻ്റെ മാർക്ക് ഇതാണ്. വാൽക്കാറിൻ്റെ കേസിലുണ്ടാകുന്ന വിട്ട് അതോടൊപ്പം തന്നെ ക്യാമിൻ്റെ പുള്ളിയിൽ വരുന്ന മാർക്ക് ഇതാണ്. ഒന്ന് ഇവിടെ ഉണ്ടായിരിക്കും, ഒന്ന് ഇവിടെ ഉണ്ടായിരിക്കും. അത് 2 മാർക്കിങ് വരുന്നുണ്ട് പഴയ മോഡൽ വണ്ടികളിൽ. ഒരു മാർക്ക് ചിലപ്പോൾ 3rd സിലിണ്ടറായി വന്നിരിക്കുക, ഒരു മാർക്ക് 1st സിലിണ്ടർ ആയിരിക്കും. അപ്പോൾ ക്രാങ്കിൻ്റെ പുള്ളി തിരിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് 1st സിലിണ്ടറിൽ വന്നിരിക്കും. 1st സിലിണ്ടറിലാക്കുക. ആ സമയത്ത് ക്യാമും ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിരിക്കും. അപ്പോൾ 17 ബോക്സ് വെച്ച് നമ്മൾ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്രാങ്കിൻ്റെ പുള്ളി കറക്റ്റാക്കി വയ്ക്കുക, 1st സിലിണ്ടറിൽ കറക്റ്റാക്കി വയ്ക്കുക. അത് തിരിച്ച് കഴിഞ്ഞാൽ അവിടെ വരും. അത് വന്നുകൊണ്ടിരിക്കണം. മാർക്കിങ് ഏകദേശം എത്താറായി. ഇപ്പോൾ മാർക്കിങ് ഏകദേശം എത്തിയിട്ടുണ്ട്. ഓക്കെ എത്തിയിട്ടുണ്ട്. അപ്പം നേരെ നമുക്ക് അടിഭാഗത്ത് നോക്കാം, ക്രാങ്കിൻ്റെ പുള്ളീൻ്റെ മാർക്ക് നോക്കാം. ഇതിപ്പോൾ ക്യാമിൻ്റെ പുള്ളീൻ്റെ മാർക്ക് ഓക്കെ. അപ്പോൾ അടിഭാഗം തിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആണ് ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ക്യാമ കാണിച്ചിട്ടുണ്ട്. നേരെ നമുക്ക് അടിഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്രാങ്കിൻ്റെ പുള്ളി മാർക്കും കറക്റ്റായിട്ടുണ്ടായിരിക്കും. ഇതുണ്ടോ, 2 മാർക്കും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ക്രാങ്കാണ് തിരിക്കുക. ക്രാങ്ക് തിരിക്കുന്ന സമയത്ത് ക്രാങ്കാണ് ആദ്യം ആ മാർക്ക് കറക്റ്റാക്കി വയ്ക്കുക. ആ സമയത്ത് ക്യാമ് അവിടെ എന്തായാലും ടൈമിങ് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിട്ട് ആ പുള്ളീൻ്റെ അവിടെ മാർക്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരിക്കും. മാരുതിൻ്റെ വണ്ടിയിൽ ആൾട്ടോ 800 അങ്ങനെ എല്ലാ വണ്ടികളും ഏകദേശം ഇത് തന്നെയാണ് മാർക്കിങ് വരുന്നത്. ഈ മാർക്കിങ്ങാണ് വരുന്നത്. രണ്ട് ഭാഗത്തും മാർക്കിങ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടെൻഷനറിൻ്റെ ബോൾട്ട് ലൂസ് ചെയ്തിട്ട് ടെൻഷനറിൻ്റെ 12 ബോൾട്ട് ലൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സെൻറ്ററിൽ 10 ബോൾട്ടുണ്ട്, അത് ലൂസ് കഴിഞ്ഞാൽ ടെൻഷനർ ഫ്രീ ആവും. ആ സമയത്ത് നമുക്ക് ടൈമിംഗ് ബെൽറ്റ് പുറത്തേക്ക് എടുക്കാം. അതിന് ടൈമിംഗ് ബെൽറ്റിൻ്റെ നമ്പർ വരുന്നത് 97 ടീത്താണ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് സെന്നിൻ്റെ ടൈമിംഗ് സെറ്റ് ചെയ്യുക. ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ വേണ്ടി വീണ്ടും കാണാം.